നമസ്കാരം. വയനാട് ദുരന്തത്തിൽ മനസ്സ് വേദനിച്ചിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. 160, 170 ആൾക്കാരിലധികം പേർ നമ്മളെ വിട്ടുപോയി. 200ഓളം ആൾക്കാർ മിസ്സിംഗ് ആണെന്ന് പറയുന്നു. അതിന്റെ കണക്കുകൾ വേദനാജനകമാകുന്ന രീതിയിൽ കൂടുതലാണ്. ചില കുടുംബത്തിലൊക്കെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത വിഷമവും വേദനയാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെട്ടു. ആരെയും കുറ്റം പറയാനല്ല, പക്ഷേ ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. അതിനുവേണ്ടി നമ്മുടെ പൊതുസമൂഹത്തിന് ആരെയാണ് ഓർക്കാൻ കഴിയുക? അതിലേറ്റവും പ്രധാനിയാണ് മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും പ്രമുഖ ഒരു ഇക്കോളജിസ്റ്റും അക്കാഡമീഷ്യനും ഒക്കെയാണ്. അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് നടത്തിയ ഒരു പ്രതികരണം എനിക്ക് വളരെ പ്രാധാന്യമുള്ളതായി തോന്നി. അദ്ദേഹം പൂനെയിലാണിപ്പോൾ. അദ്ദേഹം കേരളത്തിൽ ഉണ്ടാകുന്ന ഈ ഉരുൾപൊട്ടലുകളെ കുറിച്ച്, നമ്മുടെ ഈ പ്രകൃതി ഉണ്ടാകുന്ന ആഘാതത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് വയ്യ. അദ്ദേഹത്തിന് മാനസികാവസ്ഥ അംഗീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രമാത്രം ആഴത്തിൽ വിഷമം ഉണ്ടാകുന്നു. ഇദ്ദേഹം ഒരു അക്കാഡമീഷ്യനും പരിസ്ഥിതി പ്രവർത്തകനും വാദിയും മാത്രമല്ല, നമ്മളെ മനുഷ്യരുടെ വേദന തിരിച്ചറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനം. കേരളത്തിലെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന തെറ്റായ പല പ്രവണതകളെ കുറിച്ചും 13 വർഷം മുമ്പാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. പലപ്പോഴും ഈ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും മറ്റും ശ്രദ്ധിക്കുന്നത്. 2011 നമ്മുടെ സർക്കാരിന് അദ്ദേഹം ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ ഓർക്കണം, 2011 റിപ്പോർട്ടിൽ മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രത്യേക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, നൂൽപ്പുഴ, മേപ്പാടി എന്നീ പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അന്നത്തെ കേന്ദ്ര സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളുകയും കുറച്ച് ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിക്കുകയുണ്ടായി. അന്നു മുതൽ പോലും പലരും ഇതിനെക്കുറിച്ച് കൺസേൺഡ് ആയ പലരും അനിയന്ത്രിതമായ ഭൂമി കയ്യേറ്റം, വനനശീകരണം, അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും കേരളത്തെ പ്രളയ ദുരന്തങ്ങളിലേക്ക് തള്ളിവിടുമെന്ന് പറയുകയും 2018 ഈ കാരണങ്ങളാണ് കേരളത്തെ ഫ്ലഡിലേക്ക് തള്ളിവിട്ടത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചാലേ പ്രകൃതി നമ്മളെ സംരക്ഷിക്കൂ. പ്രകൃതിക്ക് നമ്മൾ ആലങ്കാരികമായി പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ആത്മാവും മനസ്സും ജീവനുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇന്റലിജൻസ് നമുക്കാണുള്ളത്. ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കാണ്. പ്രകൃതി സംരക്ഷണം, പാരിസ്ഥിതിക സന്തുലനം, ഈ ഇക്കോളജിക്കൽ ബാലൻസ്, ഇതിനു വേണ്ടി ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ പലപ്പോഴും നടപ്പാക്കുന്നില്ല. അതായത് പലപ്പോഴും നമ്മൾ മനുഷ്യന്റെ സൗകര്യത്തിന് കയ്യേറി ഇത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും ഈ രീതിയിലുള്ള ഏറ്റവും വേദനിക്കുന്ന കാര്യം. നമ്മുടെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം കേൾക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇനിയും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. അവിടെയാണ് നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധാപൂർവം നമ്മളിത് കൈകാര്യം ചെയ്യണം. ഇക്കാര്യം അങ്ങനെ മരിച്ചവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട്, നമ്മളെ വിട്ടുപോയവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ കാര്യം ഇനിയും ഇങ്ങനൊരു വിഷയം സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി, നമ്മളുടെ ഇടയിൽ പൊലിഞ്ഞ ജീവന് വേണ്ടി അവസാന നിമിഷം ഈ ഉരുൾപൊട്ടലിൽ ഒരുപാട് നിലവിളിച്ച, ഒരുപാട് ദൈവത്തെ പ്രാർത്ഥിച്ച, ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് വിശ്വസിച്ച് വരാതെ മരിച്ച നൂറുകണക്കിന് ആൾക്കാർക്ക് വേണ്ടി പരിസ്ഥിതിയെ കുറെ കൂടെ ശ്രദ്ധിക്കാനും പ്രകൃതി സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയും വനനശീകരണത്തിനെതിരെയും ഒരു മൂവ്മെന്റ് ഉണ്ടാകാൻ നമുക്ക് കഴിയണം. രാഷ്ട്രീയക്കാരെ, മാധ്യമങ്ങളെ, സാമൂഹ്യ മാധ്യമങ്ങളെ വെച്ച്. കാര്യം ഇത് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ആരാണ് സംരക്ഷിക്കാൻ പോവുക? പ്രകൃതിക്ക് സ്വന്തമായി സംരക്ഷിക്കാൻ ഒരു മെക്കാനിസം ഇല്ല. നമ്മളെക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള, നമ്മളെക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള ഡിനോസറുകളടക്കം ഈ ലോകത്തുനിന്ന് നശിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം ഈ പ്രകൃതിയുടെ ചേഞ്ചസും മറ്റും കാരണവുമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഗ്ലോബൽ വാർമിംഗ് ആകാം, അന്താരാഷ്ട്ര തലത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് ആകാം. ലോകത്ത് പലയിടങ്ങളിലും വേണ്ട രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കാത്തത് കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ മണിമാളികയുടെ പുറത്തിരിക്കുന്നവർക്ക് ഇത് പ്രശ്നം ഉണ്ടാവില്ല. സാധാരണക്കാർക്ക് ഇത് ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ വികസനം അത്യാവശ്യമാണ്, പക്ഷെ വികസനത്തിന്റെ പേരിൽ ഭൂമിയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകരുത്. പ്രകൃതി ദുരന്തങ്ങൾ നന്നായി കുറയ്ക്കാൻ നമുക്ക് കഴിയും. വേണ്ട രീതിയിൽ വാർണിങ്ങുകൾ ശ്രദ്ധിക്കുക, വേണ്ട രീതിയിൽ ഇതേപോലത്തെ എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് പോകുക, കയ്യേറ്റങ്ങൾ കുറയ്ക്കുക. ഈ ഭൂമിക്കൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് സംരക്ഷിക്കാൻ നമ്മളാണ് ഉത്തരവാദികളെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിന് ജാതി, മതം, രാഷ്ട്രീയം തുടങ്ങിയ ഒരു വിഭാഗമുള്ള കാര്യങ്ങളും ഉണ്ടാകരുത്. ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാനും പഠിക്കാം.
മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അടക്കം പല റിപ്പോർട്ടുകളും പഠിച്ച് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ നോക്കാം. നമുക്ക് ചുറ്റുമുള്ള വനനശീകരണം, അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ മക്കൾക്കും സമാനമായ ദുരന്തങ്ങൾ വരുമ്പോൾ മുമ്പേ ഇത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന തോന്നലായിരിക്കും നമുക്കുണ്ടാകുക. ഈ ഭൂമി മാത്രമേ നമുക്കുള്ളൂ. ദർ ഈസ് നോ പ്ലാനറ്റ് ബി എന്ന് പറയാറുണ്ട്. മറ്റൊരു പ്ലാൻ ബിയും പ്ലാനറ്റ് ബിയും ഇല്ല. ആ പ്ലാനറ്റിനെ സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്തം ഓർക്കാനും കൂടി ഈ വേദനയിൽ നമുക്ക് കഴിയട്ടെ. നാളെ ഒരു വേദന വരുന്നതിൽ നിന്ന് തടയുന്നത് ഒരുപക്ഷെ അതായിരിക്കും.